ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഔട്ടിംഗ് വീഡിയോ പ്ലസ് ഞാൻ PSC സ്റ്റഡി സ്ട്രാറ്റജിയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കൂടി ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഒരു സബ്സ്ക്രൈബർ കുട്ടി, പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, ഒരു കമൻറ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ സ്റ്റഡി സ്ട്രാറ്റജിയെക്കുറിച്ചും പിന്നെ PSCയുടെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടിപ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഒരു ഔട്ടിങ് കൂടെ ആകുമ്പോൾ ഒരു പഠിക്കുക എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇൻഫോർമേഷൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ബോറടി മാറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്, കോട്ടൺ ബ്ലെൻഡ് വരുന്ന ഒരു ഔട്ട്ഫിറ്റാണ്, മെറ്റേണിറ്റി വെയറാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് മോളെയും കൊണ്ട് നമ്മൾ പോവാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഭാരതപ്പുഴ അറിയാവുന്നതാണല്ലോ അല്ലേ. ഭാരതപ്പുഴയെ നമ്മൾ എന്തെന്ന് പറയും, നിള എന്നും പറയും, അതേപോലെ തന്നെ പേരാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പുഴയാണ് നമ്മുടെ ഭാരതപ്പുഴ. കൂടാതെ മിനി പമ്പ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാമാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മുടെ പൊന്നാനി എന്ന് പറയുന്ന ആ ഒരു നഗരമുണ്ടല്ലോ. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ നാടാണ് പൊന്നാനി എന്ന് പറയുന്നത്, അത് ഭാരതപ്പുഴയുടെ തീരത്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഔട്ടിങ് അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. നമ്മൾ നടന്നു വന്നപ്പോൾ തന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടർ സ്വീറ്റ് കോൺ വാങ്ങിച്ചു കേട്ടോ. സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ട് നമ്മളുടെ ഒരു സ്പോട്ട് ഉണ്ട്, അതായത് നമ്മളുടെ കർമ്മ റോഡ് എന്ന് പറയുന്ന ആ ഒരു റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് നമുക്ക് എത്താനായിട്ട് സാധിക്കാം. അപ്പോൾ ഈ കർമ്മ റോഡിൽ കുറേ അധികം കച്ചവടക്കാരുണ്ട്, വരുന്ന വഴിക്ക് നമുക്ക് കാണാം കേട്ടോ. അതെല്ലാം വഴിയെ വരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ബട്ടർ സ്വീറ്റ് കോൺ വാങ്ങിച്ചു. എന്നിട്ട് നമുക്ക് താഴേക്ക് നമ്മുടെ പുഴയുടെ തൊട്ടടുത്ത് പോയിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടുന്ന് കഴിച്ചിരിക്കാം, കുഞ്ഞിപ്പെണ്ണിനായിട്ട് കുറച്ച് നേരം ഇരിക്കാം, അവിടുന്ന് സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് നമ്മളുടെ ഒരു പ്രദേശം വരുന്നത് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ചെറിയൊരു കുഞ്ഞു വഴി, ഇത്രയ്ക്കൊന്നും പുല്ലും കാടൊന്നും ഇല്ലായിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം വന്നു പോയപ്പോൾ. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ആരും അധികം വരുന്നുമില്ല. അങ്ങനെ ഒരുപാട് പച്ചപ്പുല്ലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നു പോകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടമാനം വണ്ടികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കച്ചവട കേന്ദ്രങ്ങളാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ചെറിയ രീതിയിലുള്ള ഓലമേഞ്ഞ പോലെയുള്ള ആ ഒരു ലുക്കിലൊക്കെയാണുള്ളത്. നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഒരു 6:15 സമയത്താണ് വന്നിട്ടുള്ളത്. സൂര്യൻ അസ്തമിക്കുന്നതും നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അവിടെ വെള്ളമൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അതിമനോഹരമായ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു അല്ലേ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. തെളിഞ്ഞ ആകാശം, നല്ല ഭംഗിയുള്ള സൂര്യപ്രകാശം നിറഞ്ഞിട്ടുള്ള ആകാശം, പിന്നെ പുഴ, പച്ചപ്പ്, പിന്നെ നമ്മൾ 3 പേരുണ്ട്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കുറേ നേരമൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ നോക്കി അവിടെ നിറയെ ഞണ്ടുകളുണ്ട്. ഞണ്ടുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ നമ്മുടെ പുഴയുടെ തീരം ഈ കാണുന്നത്. മഴ പെയ്ത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ അവസ്ഥ. നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ മീൻസ് ആ ഒരു റോഡിൻ്റെ ഉയരം നിങ്ങൾ കണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ വെള്ളത്താറുണ്ട്. ഇനി നമുക്ക് ഭാരതപ്പുഴയുടെ കുറച്ച് പ്രധാന പോഷക നദികളൊന്നും നോക്കിയാലോ. കണ്ണാടി, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഇത് 4ആണ് കേട്ടോ പ്രധാനപ്പെട്ട നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാ? കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരിക്കുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു എന്ന് പറഞ്ഞാൽ, കണ്ണാടി നോക്കി എന്ന് പറയുമ്പോൾ കണ്ണാടിപ്പുഴ, തൂത്തുകൊണ്ടിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് തൂതപ്പുഴയാണ്, ഗായത്രി എന്ന് പറയുന്നത് ഗായത്രിപ്പുഴ, കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു, കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പാത്തിപ്പുഴ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഭാരതപ്പുഴ. അപ്പോൾ നോക്കിയേ, ഇവിടെ സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട്. പല റേറ്റിലാണ് വരുന്നത്. ചിലപ്പോൾ വിത്ത് ഫുഡ് ഉള്ളതുണ്ട്, ചിലപ്പോൾ എത്ര മണിക്കൂർ നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുസരിച്ചിട്ടുള്ള അത്രയും ടൈമിലൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സവാരി പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മൾ സ്വീറ്റ് കോണൊക്കെ കഴിച്ചു, ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഇതാണ് റോഡ്, കർമ്മ റോഡ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോള് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ആൾ പിന്നെ ഇവിടെ എപ്പോഴൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആൾക്ക് ഈ കാറ്റ് തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. കറക്റ്റ് നമ്മൾ വീട്ടിലെത്തുമ്പോഴോ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മോളെ കാഴ്ചകളൊക്കെ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഒരുവിധം സമയം വരെയൊക്കെ ആളിരിക്കും, പിന്നീട് കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ തനി ഉറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ റോഡ് സൈഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ഒരു സമയത്തിൽ നിന്നും ഏകദേശം കണ്ടില്ലേ, ചെറിയ രീതിയിൽ ഇരുട്ടൊക്കെ ആകാശത്ത് പരന്നിട്ടുണ്ട്. ഇത് പൊന്നാനി നഗരസഭ നിള ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ആയാലും ചെറിയ രീതിയിലൊരു പാർക്ക് അങ്ങനെയുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ആ ഒരു ഏരിയയില്ലേ, ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു ഏരിയയിലാണ് പ്രധാനപ്പെട്ട നമ്മുടെ എന്തെങ്കിലും ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിന് തൊട്ടടുത്താണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, ട്രെയിനിൻ്റെ ഒരു മാതൃകയൊക്കെ. ഇതാണ് നമ്മുടെ കച്ചവട കേന്ദ്രം. അവിടെ കണ്ടില്ലേ, ഏട്ടൻ കയറി പോകുന്നുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറം ഭാഗം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. ഏട്ടൻ ഒരു ചിക്കൻ സമൂസയും അതേപോലെ തന്നെ എരുന്തിൻ്റെ സമൂസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എരുന്ത് അറിയില്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ പല പേരിലാവും, കക്ക എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഗതി, എരുന്തിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എരുന്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടം പോലെ എരുന്നുണ്ടാവാറുണ്ട്. നമുക്ക് പോയിട്ട് കൈകൊണ്ട് വാരി എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ ആൾക്കാർ വന്ന് എടുത്ത് പോവാറുണ്ട്, അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്രോണി ബീഫായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാവില്ലേ, അതിലേക്ക് മാക്രോണി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് മിക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഒരു സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിരുന്നു. ഒരു ചെറിയ വിശപ്പൊക്കെ മാറാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് സ്റ്റഡി സ്ട്രാറ്റജി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ചേച്ചിയുടെ സ്റ്റഡി സ്ട്രാറ്റജി, അതൊന്ന് ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിലർ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഇടുന്നത്. അവരുടെ PSCക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ്സ് ഇതുപോലെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ എൻകറേജ്മെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വെരി താങ്ക് യു. അപ്പോൾ സ്റ്റഡി സ്ട്രാറ്റജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനം, എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ, ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് കുറേ നേരം ഇരുന്ന് വായിക്കും. അതിനിടയ്ക്ക് നമ്മുടെ സംഗതി എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ബീഫ് മാക്രോണി എന്ന് പറയുന്നത്. മാക്രോണി ബീഫ് എന്നും പറയാം, ബീഫ് മാക്രോണി എന്നും പറയാം. ഇതാണ് നമ്മുടെ ഐറ്റം. സംഗതി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇരുന്ന് വായിക്കും. അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, സ്ട്രെസ്സ് കൊടുത്തൊന്നും വായിക്കാറില്ല. അങ്ങനെ വീണ്ടും വായിക്കുക എന്നല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് ചെയ്തിട്ട് അതിങ്ങനെ എടുത്തോളം പഠിച്ചോളണം അങ്ങനൊരു ഇത് വെച്ചിട്ടൊന്നും പോയിരുന്നില്ല. അതേപോലെ തന്നെ നോട്ട്സ് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ചിലർ പഠിക്കുമ്പോൾ അവർ നോട്ട് പ്രിപ്പയർ ചെയ്യും, എഴുതിയത് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ കിട്ടുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു നോട്ടിങ്ങോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അത് പിന്നീട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കൽ പോലും ഞാനത് വായിക്കാനും നിൽക്കാറില്ല. അപ്പോൾ ഞാൻ ആ എഴുതിയ സമയം കൂടി മാക്സിമം വായിച്ചെടുക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് എന്നെ ഒരുപാട് സപ്പോർട്ടും ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് വായിക്കുമ്പോൾ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ എനിക്ക് മറികടക്കാനായിട്ട് എന്നെ ഈ ഒരു കമ്പൈൻ സ്റ്റഡി ടീം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളിങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കുമ്പോഴും എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അറ്റൻഡിങ്, ഓക്കെ, നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കമ്പൈൻ സ്റ്റഡി ടീമിൻ്റെ ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി ടൈമിൽ നമ്മൾ ഡെയിലി എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മാർക്ക് നമുക്കിങ്ങനെ കയറി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരായിട്ട് കോമ്പറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളുമായിട്ട് നമ്മൾ കോമ്പറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നലെ ഉണ്ടായിരുന്ന എന്നേക്കാൾ ഞാൻ ഇന്ന് ഇമ്പ്രൂവ് ആയോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കൂടുതൽ കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതലധികം സ്ട്രെസ്സ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ നമ്മളെയുമായിട്ട് കമ്പയർ ചെയ്യുക. ഇന്നത്തെ ഞാനും തമ്മിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുക. അങ്ങനെ നോക്കുക. ഞാൻ അതാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ നമുക്ക് സയൻസ് പഠിച്ചതുകൊണ്ട് തന്നെ ബയോളജി, അതായത് സുവോളജി, ബോട്ടണി അങ്ങനെയുള്ള വിഷയങ്ങൾ, ആൻഡ് മാത്സ് പിന്നെ എനിക്ക് സബ്ജക്റ്റ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നത് മലയാളമൊക്കെ ആയിരുന്നു. മലയാളം പിന്നെ ഇംഗ്ലീഷ്, ഈ വിഷയങ്ങളൊക്കെ ഞാൻ കുറച്ച് കുഴപ്പമില്ലാത്ത സ്ട്രോങ് ആയിരുന്നു. എനിക്ക് കുറച്ചൊരു വീക്കായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററി ആയിരുന്നു കേട്ടോ. എനിക്ക് സോഷ്യലും ഹിസ്റ്ററിയും പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ആ ഒരു ഏരിയ ആയിരുന്നു എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PSc വന്നപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു വില്ലനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്ററി, ആ ഒരു ഏരിയ ആയിരുന്നു. ജോഗ്രഫി എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പഠിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ ഞാൻ ഹിസ്റ്ററിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡെയിലി ഈ മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും നല്ല രീതിയിലൊരു മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ജസ്റ്റ് ഡെയിലി ഒന്ന് റിവൈസ് ചെയ്തെടുക്കണം. പിന്നെ വരുന്നത് കറണ്ട് അഫെയർസ് ആണല്ലോ. കറണ്ട് അഫെയർസ് നമ്മൾ ഓരോ ടൈം വരുമ്പോൾ നമുക്ക് നമ്മുടെ ബുള്ളറ്റിനായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഒരുപാടുണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള യൂട്യൂബ് ചാനൽസൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അതായിരിക്കും ഏറ്റവും നന്നായിരിക്കാമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ടെലഗ്രാം അല്ലേ. ഈ ടെലഗ്രാം എന്ന് പറയുന്നത്, അതിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം, നമ്മൾ ഈ ഒരു കൊറോണ ആ സമയമാകുമ്പോൾ നമുക്ക് പഠനമില്ല, ക്വാറൻറ്റൈനായിട്ടൊക്കെ ഇരുന്ന ഒരു ടൈമുണ്ടല്ലോ, എന്ത് ചെയ്യുമെന്നറിയാത്തൊരു ടൈമിലാണ് നമ്മളെല്ലാവരും ടെലഗ്രാമിലേക്ക് എത്തിപ്പെടുന്നത്. അതിലേക്ക് എത്തിപ്പെട്ടപ്പോഴും ഞാൻ ഒരുപാട് അതിൽ എന്താ പറയുക, അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ ഒരു പരിധി വരെ എനിക്ക് റിഫ്രഷ് ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പഠനം എന്നുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് പോവാതിരിക്കാനായിട്ട്, മിസ്സാവാതിരിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ കുറേ പോൾസ് അറ്റൻഡ് ചെയ്യും. പോൾസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പഠിക്കുന്നവർ PSc പഠിക്കുന്നവർക്ക് ടെലഗ്രാമിലെ ചാനൽസിൽ പോൾസൊക്കെ എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പോൾസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയ മനസ്സിലാവും. അപ്പോൾ വീക്ക് ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏരിയ എടുത്തിട്ട് ബുക്കിലോ എവിടെയാച്ചാൽ റെഫർ ചെയ്തിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിലുള്ള സ്റ്റഡി സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. പിന്നെ എക്സാംസ് ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ചിലരുടെ ക്ലാസ്സുകൾ ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഇന്ന ആളൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരേ ടീച്ചേഴ്സിനെ എല്ലാവരും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു തരത്തിലുള്ള കോഴ്സസും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ക്ലാസ്സസ് നമുക്ക് യൂട്യൂബിലും പിന്നെ ഓരോ ആപ്പുകളില്ലേ അതിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് കോഴ്സ് എടുത്തിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് ജോലി കിട്ടൂ എന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് എന്താണോ നിങ്ങളത് ചെയ്യുക. നിങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് വീക്കായുള്ള സബ്ജക്ട്സ്, ചിലർക്ക് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീക്ക് ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്ലസ് ഈ ലാംഗ്വേജസും പിന്നെ നമ്മുടെ മാത്സും ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ NCERT SCERT പോർഷൻസ് ഉണ്ടല്ലോ, അത് എനിക്ക് മാക്സിമം കവർ ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ ട്യൂഷൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ, അവിടെ ട്യൂഷൻ സെൻറ്ററും കൂടി ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പഠിപ്പിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. ആദ്യം അവിടെ PSc പഠിപ്പിക്കാനായിരുന്നു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് അവിടെ ട്യൂഷൻ എടുക്കാനുള്ള ചാൻസ് കിട്ടി. അതിനൊക്കെ മുൻപ് ഞാൻ ചെറുപ്പം മുതൽ ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്യൂഷൻ എടുപ്പിൽ നിന്നും എനിക്ക് ഒരു പരിധി വരെ SCERT പോർഷൻസ് കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കിട്ടുന്ന ചെറിയ ഏർണിങ്സ് കൊണ്ട് ഞാൻ എൻ്റെ കോച്ചിങ്ങും കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ PSc പഠിക്കുന്ന സെയിം ടൈമിൽ തന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ക്യാഷ് മുടക്കി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായുള്ളൊരു സീരിയസ്നെസ്സും ഉണ്ടായിരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു SCERT പോർഷൻ ഉണ്ടല്ലോ, SCERT പോർഷൻ എപ്പോഴും നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ പഠിപ്പിച്ച പല പോയിൻറ്റ്സും എനിക്കിപ്പോഴും നല്ല രീതിയിൽ ഓർമ്മയിലുണ്ട്. ഓക്കെ, പിന്നെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലും 100% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ PScയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, സെൻറ്റേഴ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോച്ചിങ് സെൻറ്ററിൽ, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കോച്ചിങ് സെൻറ്ററിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എൻ്റെ പഠനത്തിലേക്ക് എനിക്ക് ഒരു മുതൽക്കൂട്ടായി എന്ന് തന്നെ പറയാം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഇത്ര എത്തിയല്ലോ, ഇനി അതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടതിന് ശേഷം പിന്തിരിയുക.
ഓക്കെ, നമുക്ക് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവും, ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങൾ വരും എന്നൊക്കെ പലരും പറഞ്ഞിട്ട്. എന്നെ സംബന്ധിച്ച് അത്രയ്ക്കധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല, എന്നാൽ പോലും നമ്മുടെ അടുത്ത് ചോദിക്കും, കുറേ ആയാലും പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ നെഗറ്റീവ് സെൻസിൽ എടുക്കാതെ, ഇൻ കേസ് നമ്മൾ നെഗറ്റീവ് സെൻസിൽ എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു ഇൻസൾട്ട് മോട്ടിവേഷൻ ആക്കി എടുക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു സെൻസിൽ എടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും കേൾക്കേണ്ടതായിട്ടും അതേപോലെ തന്നെ നേരിടേണ്ടതായിട്ടും വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. ചിലർക്ക് ഏജ് ഓവർ ആവാറായിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മറികടന്നിട്ട് വേണ്ടി വരും പഠിക്കാനിരിക്കാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, നമ്മളുടെ സിറ്റുവേഷൻ അതിനേക്കാളൊക്കെ എത്രയോ ബെസ്റ്റാണെന്ന് അങ്ങ് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എനർജി കിട്ടും. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് തുടങ്ങിയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കണം നമ്മളുടെ ഇന്നത്തെ പഠനം. ഓക്കെ, അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ചങ്ങ് പഠിക്കുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് റാങ്ക് ഫയൽസ് ഒന്നും റെഫർ ചെയ്യാതിരിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഒരുപാട് റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് റാങ്ക് ഫയൽസ് കേട്ടോ, ഒരുപാട് റാങ്ക് ഫയൽസ് ഒന്നും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടി ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഔട്ടിങ് കഴിഞ്ഞ്, നമ്മളുടെ ഫുഡിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, നമ്മുടെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം രാത്രി ഒരു 8:30 കൂടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി, ഒന്ന് ഫ്രഷായി, അക്ഷി ബേബിക്ക് ഫീഡൊക്കെ ചെയ്തു. പോയി വന്നതിൻ്റെ വിശേഷങ്ങൾ വീട്ടിലെല്ലാവരോടും ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ PSC പഠിക്കുന്നവർക്കും ഇനി തുടങ്ങാനിരിക്കുന്നവർക്കൊക്കെ നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ്. ബൈ ഗൈസ്.